കമോൺ ഗൈസ്, അപ്പോൾ ഇന്നൊരു സെൻറ്റങ്ങളായിട്ട് ചെയ്ത് നോക്കിയാലോ. ഇതേമാതിരി കർവ് മാതിരി നമ്മൾ കോളംസ് വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഫ്ലവറിൽ പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ പെറ്റൽസിൻ്റെ ഉള്ളിലും സെൻട്രലായിട്ട് വലിയ സർക്കിൾ വെച്ചിട്ട് പിന്നെ ചെറുതിലേക്ക് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് വരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ സർക്കിളിൻ്റെ ഉള്ളിലല്ലാത്ത ഭാഗമൊക്കെ ഇതേമാതിരി ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ആകെപ്പാട് പണിയുള്ളത് ഈ ഡാർക്കൻ ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ സിമ്പിളാണ് കേട്ടോ. അതായത് സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആർട്ടാണ് സെൻറ്റങ്ങളായിട്ട്. അപ്പോൾ ഇതുപോലത്തെ സെൻറ്റങ്ങളായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് കയറി വെക്കുക. പല സെൻറ്റങ്ങളായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ ഡാർക്കൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷനിലൊക്കെ ഇങ്ങനെ ഈ ഒരു കർവിൽ മാറി നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ക്ഷമയില്ലാത്തൊരു ഈ സെൻറ്റങ്ങളായിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഈ ഒരു ആർട്ടിന് ക്ഷമ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കുറേ ടൈമൊക്കെ എടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു ആർട്ടാണ് സെൻറ്റങ്ങളായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇങ്ങനത്തെ ആർട്ടുകളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സെൻറ്റങ്ങളായിട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.